യെസ്, നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധി പ്രസ്താവം നാളെ ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. നടിയെ ആക്രമിച്ച കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ അവർക്കുള്ള ശിക്ഷ എന്ത് എന്നത് നാളെ അറിയാൻ സാധിക്കും. അന്തിമവാദം ഇനി നീണ്ടുപോകാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും സമൂഹത്തിന് പാഠമാകുന്ന ശിക്ഷ നൽകണം എന്നതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞ സാഹചര്യത്തിൽ എല്ലാ വകുപ്പുകളിലും എന്താണോ പരമാവധി ശിക്ഷ, ആ പരമാവധി ശിക്ഷ നൽകണം എന്ന ആവശ്യം ആണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനുഷികമായ പശ്ചാത്തലം, കുടുംബ പശ്ചാത്തലം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകണം എന്ന ആവശ്യവും ഉന്നയിക്കും. ഇത് പരിഗണിച്ചുകൊണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് എന്ത് തീരുമാനമെടുക്കും എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. എന്തായാലും ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം ഈ പ്രതിപട്ടിക ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ആരൊക്കെ എന്നത് ആണ് ആദ്യം പരിശോധിക്കേണ്ടത്. കേസിലെ 1-ാം പ്രതി എന്നത് പൾസർ സുനി ആണ്. സുനിൽ കുമാർ എന്ന അല്ലെങ്കിൽ സുനിൽ NS എന്ന പേരുള്ള പൾസർ സുനിയാണ് കേസിലെ 1-ാമത്തെ പ്രതി. 2-ാമത്തെ പ്രതി മാർട്ടിൻ ആന്റണി ആണ്. ബി മണികണ്ഠൻ ആണ് കേസിലെ 3-ാമത്തെ പ്രതി. അതോടൊപ്പം തന്നെ 4-ാം പ്രതിയായിട്ടുള്ള VP വിജീഷ്, 5-ാം പ്രതിയായിട്ടുള്ള H സലീം, വടിവാൾ സലീം എന്നാണ് ഈ H സലീം അറിയപ്പെടുന്നത്. 6-ാമത്തെ പ്രതിയാണ് പ്രദീപ്. എന്നിങ്ങനെ 6 പ്രതികൾ ആണുള്ളത്. 1 മുതൽ 6 വരെയുള്ള എല്ലാ പ്രതികളും കുറ്റക്കാരാണ് എന്ന് വളരെ കൃത്യമായി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അന്ന് സംഭവിച്ചത് എന്ത് എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കില്ല. കാരണം അടച്ചിട്ട മുറിയിൽ ആയിരുന്നു ഈ വാദപ്രതിവാദങ്ങളിൽ എല്ലാം നടന്നത്. എന്തു തന്നെയായാലും 2017 ഫെബ്രുവരി 17 അങ്കമാലി അത്താണിക്ക് സമീപം ആണ് യുവനടിയുടെ കാർ തടഞ്ഞു നിർത്തി അതിക്രമിച്ചു കയറിയ സംഘം നടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും അപകീർത്തികരമായ വീഡിയോയും ചിത്രങ്ങളും പകർത്തുകയും ചെയ്തത്. അന്ന് നടന്ന സംഭവത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില വിവരങ്ങൾ കൂടി പങ്കുവെക്കേണ്ടത്. വൈകിട്ട് 7:45 തൃശ്ശൂരിലെ വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് ഈ നടി പുറപ്പെട്ടത് എന്നുള്ളതാണ്. ഈ നടി പുറപ്പെടുമ്പോൾ മുതലുള്ള എല്ലാ വിവരങ്ങളും 2-ാമത്തെ പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആയിരുന്നു പൾസർ സുനിക്ക് നൽകിയിരുന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ ഈ 2-ാം പ്രതിയായിട്ടുള്ള മാർട്ടിനെയാണ് ആദ്യമേ പിടികൂടുന്നത്. മാർട്ടിൻ പോലീസിന് നൽകിയ വിവരമനുസരിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന മട്ടിൽ ഉള്ള പ്രതികരണങ്ങൾ ഒക്കെ ആയിരുന്നു. ഫെബ്രുവരി 18 ആണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡ്രൈവർ പെരുമ്പാവൂർ കോടനാട് സ്വദേശി സുനിൽ കുമാർ എന്ന പൾസർ സുനിയാണ് ഈ കൃത്യത്തിന് നേതൃത്വം നൽകിയത് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്യുന്നത്. അങ്ങനെ പൾസർ സുനിയിലേക്ക് എത്തിയത് ഈ മാർട്ടിനിലൂടെ ആയിരുന്നു. പിന്നീട് പോലീസിന് കുറേയേറെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പൾസർ സുനി വളരെ കൃത്യമായി തൻ്റെ ടെമ്പോ ട്രാവലർ ഈ നടി സഞ്ചരിച്ച വാഹനത്തിൽ ഇടിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് ഈ പൾസർ സുനിയോട് ഒപ്പം ഉണ്ടായിരുന്ന മണികണ്ഠനും വിജീഷും ഈ വാഹനത്തിലേക്ക് കയറുകയും അങ്ങനെ ക്രൂരമായി തന്നെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യും ആണ് ഉണ്ടായത് എന്നതാണ് അതിൻ്റെ വിശദാംശങ്ങൾ. അതൊരു നിശ്ചയിച്ചുറപ്പിച്ച കുറ്റകൃത്യം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 9:15 രാത്രി 9:15 ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. പൾസർ സുനിയും സംഘവും കൃത്യമായി ഈ വാഹനത്തെ പിന്തുടരുന്നു. അങ്ങനെ എവിടെ വെച്ചാണോ വാഹനം ഇടിക്കേണ്ടത് അതിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങളടക്കം മാർട്ടിൻ കൈമാറിക്കൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഈ കേസിലെ പ്രതികളിലേക്ക് എത്തുന്നത്. അതിജീവിത സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് അരികിലേക്ക് എത്തുകയും അങ്ങനെ 4-ാം പ്രതി വിജീഷിനെ ഇറക്കി വിട്ട് അവിടെ പിന്നീട് വിജീഷും മണികണ്ഠനും കൂടി അതിജീവിതയെ പിൻസീറ്റിൽ ആക്കി യാത്ര തുടരുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലം ആണ് ഉണ്ടായിരുന്നത്. 6-ാം പ്രതി പ്രദീപിനെ വാഹനത്തിൽ നിന്നിറക്കി 5-ാം പ്രതി സലീം വാഹനത്തിലേക്ക് കയറിയ സാഹചര്യമുണ്ടാകുന്നു. 4-ാം പ്രതി വിജീഷ് വാഹനത്തിൻ്റെ മുൻസീറ്റിലും കയറിയുന്ന സാഹചര്യമുണ്ടാകുന്നു. മാർട്ടിനെ പുറത്തിറക്കി വിടുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇങ്ങനെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കൃത്യമായും ഈ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി എന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചു. അതിന് പറ്റുന്ന തെളിവുകൾ ഉൾപ്പെടെ
വാദിഭാഗത്തിനു വേണ്ടി തയ്യാറാക്കി നൽകാൻ അന്വേഷണ സംഘത്തിനും സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ കുറ്റങ്ങൾ കൃത്യമായി തെളിയിക്കപ്പെട്ടതും ആ കുറ്റങ്ങളിന്മേൽ ശിക്ഷ വിധിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെ കുറ്റങ്ങൾ ആണ് എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ കുറ്റങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കുറ്റങ്ങൾ എന്നത് നമ്മൾ പരിശോധിക്കുക. കൂട്ട ബലാത്സംഗം എന്നുള്ളതാണ് ഒന്നാമത്തെ കുറ്റമായി കണക്കാക്കുന്നത്. അതായത് പൾസർ സുനി ഒറ്റയ്ക്കല്ല, മറിച്ച് ഈ 6 പേർ ചേർന്നുകൊണ്ടാണ്, 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ചേർന്നുകൊണ്ടാണ് ഈ ബലാത്സംഗം എന്ന ആ ക്രൂരകരമായ കുറ്റം നിർവഹിച്ചത് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ആ വാദം കോടതി അംഗീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. രണ്ടാമത്തേത് തട്ടിക്കൊണ്ടുപോകൽ എന്നുള്ളതാണ്. അതാണ് ഞാൻ ആ ചിത്രം നേരത്തെ വിശദീകരിച്ചത്. 2017 ഫെബ്രുവരി 17 രാത്രി 7:15 തൃശ്ശൂരിൽ നിന്ന് യുവതി നടി എറണാകുളത്തെ സ്റ്റുഡിയോയിലേക്ക് സിനിമാ പ്രവർത്തനത്തിനായി പുറപ്പെടുന്നു. അവിടെ മുതൽ ആണ് ഈ തട്ടിക്കൊണ്ടുപോകലിൻ്റെ തിരക്കഥ ആരംഭിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ തട്ടിക്കൊണ്ടുപോകൽ എന്ന വകുപ്പ് നിലനിൽക്കുന്നു. അതിലും 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് കോടതി വിലയിരുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് തടഞ്ഞു വെക്കുക എന്നുള്ളതാണ്. അതായത് ഈ യുവതിയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട്, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പീഡനം ഉണ്ടായത് എന്നതാണ്. ആ വകുപ്പുകൾ അടക്കം പ്രധാനപ്പെട്ട 3 വകുപ്പുകളും നിലനിൽക്കുകയും ആ വകുപ്പുകളിൽ ഇവർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. ഇനി മറ്റ് വകുപ്പുകൾ കൂടി നമുക്ക് പരിശോധിക്കുമ്പോൾ തെളിവ് നശിപ്പിക്കൽ എന്നുള്ളതാണ് മറ്റൊരു വകുപ്പ്. നിരവധിയായി ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട്. അത് നമുക്ക് അറിയാം. അതിൽ ഈ മെമ്മറി കാർഡ് അടക്കം ചർച്ചയിലേക്ക് വന്നതാണ്. ആ മെമ്മറി കാർഡുകൾ തന്നെ കൃത്യമായി എത്ര മെമ്മറി കാർഡിലേക്കാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നതിലൊക്കെ ഇപ്പോഴും വ്യക്തതക്കുറവുണ്ട്. പോലീസിന് ലഭിച്ച മെമ്മറി കാർഡ് എങ്ങനെയെന്ന് നമുക്കറിയാം. പൾസർ സുനി തൻ്റെ അഭിഭാഷകന് നൽകിയ പേഴ്സ്, അതായത് സാധാരണ നമുക്കറിയാം ഒരു ക്രൈം ചെയ്യുമ്പോൾ ആ ക്രൈം ചെയ്ത ആൾ പരമാവധി തെളിവുകൾ നശിപ്പിക്കാനും ആ തെളിവുകൾ പോലീസിലേക്ക് എത്താതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കും. അതിനെ പിന്തുണയ്ക്കുകയാണ് അഭിഭാഷകരും ചെയ്യുക എന്നതാണ് വസ്തുത. അഭിഭാഷകരെല്ലാവരും സത്യം തെളിയട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നവരല്ല. പ്രതിഭാഗത്തിൻ്റെ ശിക്ഷ കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് ഊരിപ്പോരാനോ ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ പൾസർ സുനി അഭിഭാഷകനെ ഏൽപ്പിച്ച പേഴ്സ്, ആ പേഴ്സ് ആ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്തത്. ആ പേഴ്സ് പരിശോധിച്ചപ്പോഴാണ് അതിൽ നിന്നും മെമ്മറി കാർഡ് പോലീസ് കണ്ടെത്തുന്നത്. അവിടെ മുതൽ ഇത് സംശയാസ്പദമാണ്. എന്തിനാണ് പൾസർ സുനിയെ പോലെയുള്ള ഒരാൾ പേഴ്സ് ഏൽപ്പിക്കുകയും ആ പേഴ്സ് അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം നിയമജ്ഞാനം ഉള്ള ആളാണ്. അങ്ങനെയുള്ള അഭിഭാഷകൻ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നുവെങ്കിൽ ആ തെളിവ് കൃത്യമായി പോലീസിൻ്റെ അടുക്ക് എത്തുന്നതിനും അത് പോലീസ് കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. പക്ഷേ ചോദ്യം ഇതാണ്, ഈ പൾസർ സുനി തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഈ ഒരു മെമ്മറി കാർഡിൽ മാത്രമാണോ പകർത്തിയിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം മറ്റൊരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ പൾസർ സുനി പറയുന്നത് 3 മെമ്മറി കാർഡിലേക്ക് താൻ പകർത്തിയിരുന്നുവെന്നാണ്. കൊടും കുറ്റവാളിയാണ് പൾസർ സുനി. പൾസർ സുനിയുടെ വാക്കുകളെയൊക്കെ വിശ്വസിക്കേണ്ടതുണ്ടോ എന്നത് സംശയാസ്പദമാണ്. എന്തായാലും മൊബൈൽ ഫോണിലാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ആ മൊബൈൽ ഫോൺ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചില്ല. പകരം ദൃശ്യങ്ങൾ ആ മൊബൈൽ ഫോണിൽ നിന്ന് കോപ്പി ചെയ്ത മെമ്മറി കാർഡ് ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. മാത്രവുമല്ല ഈ ഫോൺ അടക്കം നശിപ്പിച്ച പശ്ചാത്തലത്തിൽ തെളിവ് നശിപ്പിക്കൽ എന്നുള്ളത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഗൂഢാലോചന എന്ന വകുപ്പാണ്. ഗൂഢാലോചന ഞാൻ സൂചിപ്പിച്ചു. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവം, ആ യാത്ര ആരംഭിക്കുമ്പോൾ മുതൽ അവരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തുന്നതുവരെ വെൽ പ്ലാൻഡായി നടന്ന ഒന്നായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് പൾസർ സുനി തന്നെയായിരുന്നു. പൾസർ സുനിയാണ് മാർട്ടിനുമായും വിജീഷുമായും മണികണ്ഠനുമായും പ്രദീപുമായും ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ നടത്തിയത്. ആ കൂടിയാലോചനകളിൽ ആ ഗൂഢാലോചനയിൽ ഈ 6 പ്രതികളും പങ്കെടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെ ഒരു AI ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ അടക്കമാണ് ചുമത്തപ്പെട്ടിട്ടുള്ളത്.
തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ. മറ്റൊന്ന് അശ്ലീല ചിത്രം എടുത്തു എന്നുള്ളതാണ്. അശ്ലീല ചിത്രം എടുത്ത് ആ ചിത്രമാണ് ഈ മെമ്മറി കാർഡിലേക്ക് പകർത്തിയത്. അതോടൊപ്പം തന്നെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്ന കുറ്റവും നിലനിൽക്കുന്നു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ചുമത്തപ്പെട്ടിട്ടുള്ളത്. ആ വകുപ്പുകളിൽ മേൽ എന്തൊക്കെ ആയിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്നത് എന്നതാണ് നമ്മൾ അറിയേണ്ടത്. അവിടെയാണ് ശിക്ഷാവിധി എന്ത് എന്ന് എല്ലാവരും കാത്തിരിക്കുന്നത്. നാളെയാണ് പ്രധാനപ്പെട്ട ശിക്ഷാവിധിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, നാളെ തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് വേണമോ നമുക്ക് പ്രതീക്ഷിക്കാൻ? ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു. വിചാരണ ഏതാണ്ട് 8 വർഷത്തോളം നീണ്ട പശ്ചാത്തലമുണ്ട്. അതിനുശേഷമാണ് കുറ്റക്കാർ എന്ന് കണ്ടെത്തിയത്. ഇപ്പോഴും ദിലീപിനെ കുറ്റമുക്തരാക്കിയതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ചർച്ചകൾ നടക്കുന്നു. ഊമക്കത്തുകളടക്കം എത്തുന്ന സാഹചര്യമുണ്ടാകുന്നു ഈ വിധി പ്രസ്താവവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ കോടതി ലക്ഷ്യത്തിലേക്ക് പോകുന്ന നിരവധിയായ നടപടികൾ ഇപ്പോൾ പലരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. സാധാരണ നിലയിൽ നമുക്കറിയാമല്ലോ, ഈ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള ഒരു അന്തിമവാദം, അതിൽ ഏറ്റവും പരമാവധി ശിക്ഷ നൽകണം, സമൂഹത്തിന് പാഠമാകുന്ന ശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ വാദിക്കും. കുടുംബ പശ്ചാത്തലം, വളർന്ന പശ്ചാത്തലം, കുടുംബത്തിൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലെ മറ്റംഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പ്രതിഭാഗം അവരുടെ ശിക്ഷ കുറയ്ക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നാളെ തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമെന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത് ഡാനി? അഭിലാഷ, നാളെ തന്നെ ഒരുപക്ഷെ ഇതിൽ ശിക്ഷാവിധി ഉണ്ടായേക്കാം. നാളെ ഉച്ചയോടുകൂടിയാണ് അത് പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 6 പ്രതികളുടെയും അഭിഭാഷകർക്ക്, അല്ലെങ്കിൽ 6 പ്രതികൾക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കുറ്റക്കാരെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അവസാനമായിട്ട് ഇക്കാര്യങ്ങൾ പറയാനുള്ള, ഈ കാര്യങ്ങൾ അവർക്ക് എന്താ പറയുവാനുണ്ട് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ അവർക്ക് വാദങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരം കൂടി, അവസാനവട്ട അവസരം കൂടി കോടതി നൽകുന്നുണ്ട്. അത് സ്വാഭാവികമായും പ്രോസിക്യൂഷനും അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം നൽകും. അങ്ങനെ ഈ വാദപ്രതിവാദങ്ങൾക്ക്, ഏറ്റവും ഒടുവിലത്തെ വാദപ്രതിവാദങ്ങൾക്കുള്ള ഒരു സാഹചര്യവും ഒരു അവസരവും നൽകിയതിന് ശേഷമായിരിക്കും അതിൻ്റെ വിധി പ്രസ്താവത്തിലേക്ക് പോകുക. അങ്ങനെയെങ്കിൽ അത് പൂർത്തിയായ ശേഷമായിരിക്കും, ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം കോടതി കൂടുമ്പോൾ തന്നെയായിരിക്കാം ആദ്യമായിട്ട് തന്നെ, അതായത് ആദ്യ കേസായിട്ട് തന്നെ പിന്നീട് ഇതിലെ ഒരു ശിക്ഷാവിധി ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കുമെന്നത് ചിലപ്പോൾ സ്വാഭാവിക നടപടിക്രമമായിട്ട് പറയാം. കാരണം ഈ വാദമുഖങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കോടതി അതിൻ്റെ വിധി പ്രസ്താവത്തിലേക്ക് പോകുന്നത്. പക്ഷേ ഇവർക്ക് മേൽ ചുമത്തപ്പെട്ട വകുപ്പുകൾ ഒന്നും തന്നെ നിസ്സാരമല്ല. കാരണം കുറ്റകരമായ ഗൂഢാലോചന 120B, അതോടൊപ്പം തന്നെ കൂട്ടം ചേർന്നുകൊണ്ട് തട്ടിക്കൊണ്ടുപോകൽ 366, അതോടൊപ്പം സംഘം ചേർന്ന ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തുക, ബലാത്സംഗം ചെയ്യുക 376D വകുപ്പുകൾ പ്രകാരമാണ് കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെട്ടത്. ഈ 3ഉം തന്നെയും വലിയ രീതിയിൽ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ്. കൂട്ടമാനഭംഗത്തിന് തന്നെ 20 വർഷം വരെയോ അല്ലെങ്കിൽ ജീവപര്യന്തം വരെയോ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ശിക്ഷ വിധിക്കുമ്പോൾ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. കുറ്റകരമായ ഗൂഢാലോചനയ്ക്കും ഇത് തന്നെയാണ്. അങ്ങനെ നിരവധിയായ മറ്റ് കുറ്റകൃത്യങ്ങൾ കൂടി ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. സ്ത്രീയെ തടഞ്ഞു വെക്കൽ, അതോടൊപ്പം തന്നെ ഈ IT ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ, നിരവധിയായ വകുപ്പുകളെല്ലാം തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ഇവർക്ക് എല്ലാവർക്കും മേൽ ചുമത്തിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് അവരുടെ അഭിഭാഷകർക്ക് പ്രതികൾക്ക് വേണ്ടി വാദിക്കാനുള്ള ഒരു അവസാന അവസരം കൂടി അവർക്ക് ലഭിക്കുന്നു എന്നതാണ്. ഇതിനുശേഷമായിരിക്കും പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി അതിൻ്റെ ഒരു വിധി പ്രസ്താവത്തിലേക്ക് കടക്കുക. ഈ 6 പ്രതികളുടെയും അഭിഭാഷകർക്ക് സമയം അനുവദിക്കും. അതിനുശേഷം പ്രോസിക്യൂഷൻ അക്കാര്യങ്ങൾ അവരുടെ വാദമുഖങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് സ്വാഭാവികമായും പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ ഉണ്ടാകും. എന്താണ് അവർക്ക് പറയുവാനുള്ളത്? അതിനുശേഷം പ്രോസിക്യൂഷൻ അതിനെതിർത്തുകൊണ്ട് സമർപ്പിക്കപ്പെട്ട തെളിവുകൾ, കോടതിയുടെ കണ്ടെത്തലുകൾ, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ വാദങ്ങൾ ഉന്നയിക്കും. ഇതിനുശേഷമായിരിക്കും കോടതി വിധി പ്രസ്താവത്തിലേക്ക് പോവുക. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം എന്ന് തന്നെയാണ് പല അഭിഭാഷകരും തന്നെ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് പ്രമാദമായ ഒരു കേസാണ്. വലിയ രീതിയിലുള്ള വിശകലനങ്ങൾ ഉണ്ടായതാണ്. വളരെ വർഷങ്ങളായി ഇതിൻ്റെ ഫയലുകളെല്ലാം തന്നെ തുടരുകയുമാണ്. അഭിലാഷ്, യെസ്, തീർച്ചയായും അവിടെയാണ് ഈ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ആ വകുപ്പുകൾ നിലനിൽക്കും എന്ന് കോടതി കണ്ടെത്തുന്ന പശ്ചാത്തലം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂട്ടബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കും.